ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അക്കാദമിക് ആൻഡ് കരിയർ പ്രഷർ. കുട്ടികളെ സമ്മർദ്ദപ്പെടുത്തലാണ്. പഠിക്ക് പരീക്ഷൻ്റെ തലേന്നല്ല കുട്ടികൾക്ക് ജയിലാറ്റം പോലെയാണ് ചില വീട്. രാവിലെ ഉറക്കത്തുനിന്ന് വിളിക്കൽ തന്നെ അങ്ങനെയാണ്, എണീക്ക്. മറ്റേ കടല വെക്കുന്ന ചട്ടിക്ക് ചട്ട കടിക്കുന്ന മാതിരിയാണ് അത്. എണീക്കാം, രാവിലെ തന്നെ അങ്ങനെയാണ്, എണീക്കാം, പല്ലേക്കാം, അങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഒരു സോഫ്റ്റ്നെസ്സിൽ സംസാരിക്കൂല ചില ഉമ്മമാർ. അങ്ങനെയല്ല വേണ്ടത്. പഠനമൊക്കെ ഒരു രസാക്കണം. ഗസാലിമാൻ പറയുന്നത് ഇടയ്ക്ക് കളിക്കാനൊക്കെ വിടണം. പഠനം തലവേദനയാക്കരുത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമോ, നിങ്ങളെ ക്ലാസ് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓവറാക്കണ്ട, ആഴ്ചയിൽ ആ വ്യാഴാഴ്ച നടക്കുന്ന ക്ലാസ്സിന് കൃത്യം വന്നാൽ മതി കേട്ടോ, മതി, ഓവറാക്കണ്ട. അതാണ് ഇസ്ലാം. ഓവറാക്കരുത്, അമിതാവ്. പഠിക്കൂ. ഇങ്ങനെയൊന്നും കുട്ടികളെ പഠിപ്പിക്കരുത്. അങ്ങനെ ഒരിക്കലും പഠിപ്പിക്കരുത് കുട്ടികളെ. പഠനമൊക്കെ ഒരു ആനന്ദമാക്കണം. പഠനത്തിൻ്റെ ഒരു ആംബിയൻസ് കിട്ടുന്ന റൂം കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അടുക്കളയിൽ നിന്ന് ടൈൽസിൻ്റെ മേലെ ഇരുന്നിട്ടല്ല കുട്ടികൾ ഗൈഡ് വായിക്കേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആവേണ്ടത് അങ്ങനല്ല. അതെന്താന്ന് പറഞ്ഞാൽ ഒരു ആംബിയൻസ്, അന്തരീക്ഷം കണ്ടാൽ തന്നെ പഠിക്കാൻ തോന്നുന്ന ഒരു മുറി, ഒരു റൂമിൻ്റെ കോർണറെങ്കിലും നമ്മളെ വീട്ടിലുണ്ടാവണം. അപ്പോൾ ആ പഠന എന്താ പറയുക, സ്റ്റഡി ടേബിൾ, ഒരു ചെയർ, അത് കണ്ടാൽ തന്നെ ആ കുട്ടിക്ക് ആ റൂമിൽ കയറിയാൽ തന്നെ പഠിക്കാൻ തോന്നണം. ഇത് ഇന്നലെ ഇരുന്നത് സ്റ്റെപ്പുമ്മൽ, നാളെ ഇരിക്കൽ ബാൽക്കണിയിൽ, ഇന്ന് കിച്ചണിൽ, ഇനി മറ്റന്നാൾ അടുപ്പിലാവോ എന്നുള്ളതിലാണ് ബേജാറുള്ളത്. ചങ്ങായിമാരെ, ഒരു സ്ഥലം കണ്ടാൽ തന്നെ അത് ജീവിതത്തെ സ്വാധീനിക്കും. കിച്ചണിൽ കയറി എന്തെങ്കിലും ഒരു പത്തക്ക കഷ്ണം നമ്മൾ തിന്നുന്നതുകൊണ്ടാണ് അത് തിന്നേണ്ട സ്ഥലമാണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ കാറിൽ പോകുമ്പോൾ ഒരാൾ ഇറങ്ങിയിട്ട് മൂത്രപ്പുരയിൽ മൂത്രയിക്കാൻ പോകുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് മൂത്രയിക്കാൻ മുട്ടുന്നുണ്ട് തോന്നില്ലേ? അത് കാരണം അത് ആടെ കാണുമ്പോൾ ഒന്ന് മൂത്രയിച്ചാലോ എന്നൊരു തോന്നലാണ്. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് പഠിക്കാൻ തോന്നിയാൽ നിങ്ങൾ കണ്ടോ, ആദ്യത്തെ 5 മിനിറ്റ് നിവർന്നിരുന്ന് പഠിക്കും, പിന്നെ മെല്ലെ പോയിട്ട് മൂപ്പര് അങ്ങനെ വീണിട്ടുണ്ടാവും. അവർ പഠനത്തിന് പറ്റിയ ഒരു റൂം, ഒരു സ്റ്റഡി ടേബിൾ, ഒരു കോർണർ നമ്മളെ വീട്ടിലുണ്ടാണ്. പഠനം രസമാക്കി മാറ്റണം, പഠനം രസമാക്കി മാറ്റണം. പേടിപ്പിച്ചിട്ട് പഠിപ്പിക്കരുത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി LKG പഠിക്കുന്നു. ആ കുട്ടി പറഞ്ഞു, ഉമ്മ മൂൺ എന്ന് പറഞ്ഞു. മൂൺ ചന്ദ്രനെയാണ് പറയണത്, മൂൺ. അപ്പം ശരിക്കും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട്, ഇത്ര ചെറിയ കണ്ണുകൊണ്ട് ഇത്ര കിലോമീറ്റർ അപ്പുറത്തുള്ള മൂണിനെ കണ്ടുപിടിച്ചല്ല ഹമ്പടാ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. പക്ഷെ നമ്മളെ നാട്ടിൽ സാധാരണ ഉണ്ടായാൽ, എന്ത് മൂണിൻ്റെ സ്പെല്ലിംഗ് എന്താ? എനിക്ക് ഖിയാമത്ത് നാളെ വരെ ഇനി ഇംഗ്ലീഷ് അറിയൂല, സ്പെല്ലിങ് ചോദിക്കുമെന്ന് പേടിച്ചിട്ട്. 50ൽ 48 മാർക്ക് വാങ്ങി വന്ന കുട്ടിക്ക് ഉമ്മാക്ക് ആൻസർ ഷീറ്റ് കാണിച്ചു കൊടുക്കാൻ പേടിയാണ്. എന്തുകൊണ്ട്? ബാക്കി 2 എടുത്തോന്ന് ചോദിക്കും. ഈ ചോദിക്കുന്ന ഉമ്മ 3 എന്തോ തോറ്റായിരിക്കും, എന്നാലും ചോദിക്കും ബാക്കി 2 എടുത്തോ. ഇതെന്താ ടൈഗർ ബിസ്ക്കറ്റാ പറക്കിയിട്ട് വരാൻ? ഈ കിട്ടിയ 48-ന് ഒരു വിലയില്ലേ? ഇങ്ങനെയൊന്നും പിള്ളേരെ പഠിപ്പിക്കരുത്. അത് എത്ര അധ്യാപകനായാലും ശരി, ടീച്ചറായാലും ശരി, ഖാദി ആയാലും ശരി, ഉസ്താദായാലും ശരി, കുട്ടികളെ പഠനം രസകരമാക്കി കൊണ്ടുവന്നിടത്തേക്ക് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. പ്രഷർ ഉണ്ടാവരുത്. നീ ഹാഫിളാവണം. ഓനിക്ക് 6ാം ക്ലാസ്സിലെത്തിയിട്ട് ഫാത്തിഹ തന്നെ മര്യാദയ്ക്ക് കുറയാന്ന് അറിയില്ല, എന്നിട്ട് എന്താ ഹാഫിളാവാനാണ് നമ്മൾ പറയണത്? നീ ഡോക്ടറാണ്, എൻജിനീയറാണ്, CMA ആണ്. എൻ്റെ പൊന്നു ഹബീബുമാരെ, അങ്ങനെയൊന്നും കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന്. ചിറകുണ്ടെങ്കിലല്ലേ കുട്ടിക്ക് പറക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഒരു പോത്ത് വിചാരിക്കാണ്, ഉളുഹിയത്തിന് കെട്ടിയിട്ടിരിക്കുന്ന പോത്ത് വിചാരിക്കാണ് എനിക്ക് പറക്കണമെന്ന്. മൂപ്പർക്ക് അത് നടക്കൂല. അത് വലിയ പോത്തായിട്ടൊന്നും കാര്യമില്ല, നടക്കൂല അത്. അതേസമയത്ത് ഒരു പുഴു വിചാരിക്കുകയാണ്, നാളെ എനിക്ക് ചിറക് വന്ന് പൂമ്പാറ്റയായാൽ പറക്കണമെന്ന്. അതിന് കഴിയും. അപ്പം പറക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിൽക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ 40 ലക്ഷത്തിൻ്റെ ടോട്ടൽ ആ കോഴ്സിൻ്റെ ചിലവ്. 2 അറ്റം മുട്ടിക്കാൻ തന്നെ മെഡിക്കൽ കാർഡ്, SYSൻ്റെ സാന്ത്വന വക ജീവിക്കുന്ന ഒരു ഫാമിലി എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രഷർ കുട്ടിക്ക് കൊടുക്കുക? ചിറകുണ്ടെങ്കിൽ മാത്രം പറപ്പിക്കാൻ നോക്കിയാൽ മതി. ഡ്രീം അതെല്ലാം ഉണ്ടാവും. APJ അബ്ദുൽ കലാമിൻ്റെ കോഴ്സും വേർഡ്സൊക്കെ മോട്ടിവേറ്റഡ് തന്നെയാണ്. ബട്ട് നമ്മുടെ ഫാമിലിക്ക് അനുസരിച്ചിട്ട് ഫിഖ്ഹിൽ അത് പറ്റുമോ? എൻ്റെ മോൾക്ക് അങ്ങനെ പഠിക്കൽ, എൻ്റെ മോനിക്ക് അത് പഠിക്കൽ, എങ്കിൽ മാത്രമേ അതിന് നിൽക്കാൻ പറ്റൂ. ലാസ്റ്റ് കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം വൈൻഡപ്പ് ചെയ്യാം.
അഞ്ചാമത്തത് കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ആൻഡ് മോറൽ കൺഫ്യൂഷൻ. അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ ആകെ ആശങ്ക ഞാൻ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ്. മദ്രസയിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തി പഠിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിൻ്റെ തലേന്ന് കരയാണ്, നാളെ എന്നെ ഖബറടക്കുന്ന സമയത്ത് രാത്രി ഖബറടക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. നാളെ എന്നെ ഖബറടക്കുമ്പോൾ രാത്രി ഖബറടക്കിയാൽ മതി എന്ന് വസിയത്ത്. എൻ്റെ കഫം പുട ആരും കാണണ്ടാന്ന്. എന്ത് ശരീരമല്ല, കഫം പുട ആരും കാണണ്ടാന്ന്. മറയുള്ള മയ്യത്ത് കട്ടിൽ കൊണ്ട് തന്നെ എന്നെ കൊണ്ടുപോകണം എന്ന്. ഈ ഫാത്തിമ ബീവിയുടെ ചരിത്രം കേട്ട 8ാം ക്ലാസ്സിലെ ഫാത്തിമ ഹിബ, ശരിയല്ലേ, എൻ്റെ കയ്യും മുഖമൊന്നും ആരും കാണരുതല്ലേ എന്ന് ചിന്തിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന പണിക്കാരനോട് ഉമ്മ എന്തല്ല എന്ന് പറയാന്നിട്ട് കിന്നാരടിക്കുന്നു. ഏട്ടൻ്റെ ഭാര്യയുണ്ട്, ഇജാവും കയ്യോറും കാലറൊന്നും ഇല്ലാണ്ട് കാറിന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയായ ഫാത്തിമ ഹിബ കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ആൻഡ് മോറൽ കൺഫ്യൂഷൻ. ഞാനിപ്പോൾ ഏതാ സ്വീകരിക്കേണ്ടത്? ഏതാ സ്വീകരിക്കേണ്ടത്? മദ്രസയിൽ നിന്ന് പറഞ്ഞതാണോ അല്ല ഇപ്പം കാണുന്നതാണോ? ബക്കറ്റ് വെള്ളം കോരാനാ? അല്ല, സംഭാവനക്കാണ്. നിങ്ങളെല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. സ്വതക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗം എന്നാണ്. അൽ ജന്നത്തു ദാറുൽ അസ്ഖിയാ. സ്വതക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗം. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. മോറൽ കൺഫ്യൂഷനിലാണ് കുട്ടികൾ. കുട്ടീനോട് പറയണം, ഷെഫി എന്താ മോനെ ഇങ്ങനെ മുടി, ഇങ്ങനെ കുറച്ച് ഭാഗം മുറിച്ച് കുറച്ച് ഭാഗം മുറിക്കാതിരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പല്ലേ എന്ന്. അപ്പോൾ ഇവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താടാ ചിന്തിക്കും? ഉസ്താദേ, അപ്പോൾ എൻ്റെ റഫീഖാക്കൽ അങ്ങനെയല്ലേ മുറിക്കൽ ഉണ്ടോ? അപ്പോൾ വീട് എന്ത് വീടാവണം? സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി വീടാവണം. അങ്ങനെ പറഞ്ഞാൽ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിച്ചോളി. അങ്ങനെ പറയാൻ പറ്റുന്ന ഉപ്പയാവണം. അങ്ങനെ പറയാൻ പറ്റുന്ന ഉപ്പയാണ്. നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്ന് കുട്ടി 8ാം ക്ലാസ്സിൽ നിന്ന് റിയാസ് എന്ന മോന് 8ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി വീട്ടിൽ പോയപാട് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ഉപ്പ ഉമ്മാനോട് പറയുന്നു, ഡ്രസ്സ് ഇസ്റ്ററിയുടെ നമുക്ക് ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ വേഗം നിസ്കരിക്കട്ടെ എന്ന്. അപ്പോൾ ഉപ്പാനെ നോക്കുമ്പോൾ ഉപ്പ ഉറങ്ങുമ്പോൾ ഇട്ട ലുങ്കിയും പിന്നെ MP ലോറി ഡ്രൈവർമാർ ഇടുന്ന ബനിയൻ, കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് 3 ദ്വാരങ്ങളുള്ള ബനിയനുമാണ് ഇട്ട് നിസ്കരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടിയാണ് ഹോംവർക്ക് ചെയ്യുന്നത്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിസ്കരിക്കുമ്പോൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, ബ്രാക്കറ്റിൽ ചുരുങ്ങിയത് 3 ഓട്ടയെങ്കിലും ഉണ്ടാവുക. വേറെന്താ പറയാം? നമ്മളെ വീട്ടിൽ മദ്രസക്ക് പറ്റിയ ആംബിയൻസ് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മദ്രസയിലേക്ക് അയക്കാം? ഇതെന്താ നാടകം? പിള്ളേർ മദ്രസയിൽ നിന്ന് പഠിച്ചത് സ്കൂളിൽ നിന്ന് പഠിച്ചത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു വീടാവണ്ടേ നമ്മളെ വീട്? അപ്പോഴല്ലേ ഈ മജ്ലിസൊക്കെ സാർത്ഥകമാവണത്. ചെറിയൊരു ചരിത്രം പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം, സമയം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായം, 10 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. പാതിരാക്ക് ഉറക്കത്തിന് ഞെട്ടുമ്പോൾ ഒക്കെ ഉപ്പ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന കാണുന്നു. വാപ്പാനോട് ചോദിച്ചു, വാപ്പ എന്താ ഈ നിസ്കരിക്കണത്? തഹജ്ജുദ്. വാപ്പ എന്താ എന്നെ വിളിക്കാത്തത്? മോനെ സുബീക്ക് വിളിക്കണില്ലേ? കുട്ടികളല്ലേ. വാപ്പ സുബീക്ക് എണീക്കുന്നുണ്ട്, തഹജ്ജുദിന് എണീക്കുന്നുണ്ട്, എനിക്ക് സുബി മാത്രം. അതെന്താ? വാപ്പാക്ക് നരകം പേടിയേറ്റ്. നരകം എന്ന് പറഞ്ഞാൽ തീക്കുണ്ടാരം. അതിൽ വലിയ ആളെ മാത്രമേ ഇടുള്ളൂ, പിന്നെ കുട്ടികളെ നരകത്തിലിടും. അതുകൊണ്ടാ വാപ്പ തഹജ്ജുദിന് എണീച്ചിട്ട് നരക സംരക്ഷണം. അതെ, വാപ്പ ഉമ്മ അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത് വലിയ വിറക് വെക്കാൻ കഴിയാത്ത ഗ്യാപ്പിൽ ചെറുതും വെക്കുന്നുണ്ടല്ല. അപ്പോൾ വലിയ ആളെ മാത്രമേ നരകത്ത്. എന്നാ മോനെ നാളെ മുതൽ തഹജ്ജുദിന് വിളിക്കാം. വാപ്പാനെ കണ്ട. ഇനി ഉമ്മ. ഈ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ ഒരു ദിവസം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അസ്ബഹ്തു റജുലൻ, ഞാനൊരു ആൺകുട്ടിയായി, പ്രായപൂർത്തിയായി, 15 വയസ്സായി. അപ്പോൾ നബി തങ്ങളെ കണ്ടോന്നാണ് ചോദിക്കുന്നത്. ഹൽ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മോന് റസൂലുള്ളാഹിനെ ഇതുവരെ കണ്ടിനാ? ഇല്ല. പിന്നെ എങ്ങനെ ആൺകുട്ടിയായാൽ? അയ്യേ, ചെറിയ ചോട്ട.
ഒരാണാണെങ്കിൽ തങ്ങളെ കണ്ടേ. എങ്ങനെ കാണുമ്മ? നല്ല സ്വലാത്തില്ല മതി. സ്വലാത്ത് കുറേ ചൊല്ലി 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 കണ്ടു. ഉമ്മ അസ്ബഹ്തു റജുലൻ, ഞാനൊരാണായിട്ടോ. ഹൽ റഅയ്തഹു ഫിൽ മനാമി അവിൽ യഖ്ള, ഉറക്കിലാണോ കണ്ടത് ഉണർവിലാണോ? ബൽ ഫിൽ മനാം, ഉറക്കിൽ. ഉറക്കി കണ്ടതാ കാര്യമായിട്ട് പറയുന്നത്. എങ്ങനെ ഉണർവ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയാറില്ല തഹിയ്യാത്തിൽ മോന്? കാണാത്ത ആളോട് സലാം പറയല്. കാണാത്ത ആളോട് ആരെങ്കിലും സലാം പറയോ? കണ്ട ആളോടല്ല അസ്സലാമു അലൈക്കും എന്ന് പറയല്. ശരിയാണല്ലേ. ആത്മാർത്ഥമായിട്ട് പറയുമ്പോഴേക്ക് കണ്ട നബി തങ്ങൾ തന്നെ വന്നു. അങ്ങനെ ആ കുട്ടി തിരിച്ചു വരുമ്പോൾ ഉമ്മ പറയണം അസ്ബഹ്ത റജുല, ആണായിട്ടുണ്ട്. ഇങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്. ഇങ്ങനെയാണ് വളർത്തുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഹുദൈഫ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയപ്പോൾ ചോദിക്കുക, മോന് ഇന്ന് മുത്തുനബിനെ കണ്ടിനോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. ഇന്നലെ കണ്ടിനാ? ഇല്ല. മിനിനാന്ന് കണ്ടിനാ? എത്ര ദിവസമായി തങ്ങളെ കണ്ടിട്ട്? ഇത്രയും ദിവസമായിട്ട് മദീനയിലുള്ള തങ്ങളെ നീ കണ്ടിട്ടില്ല? വീട്ടിൽ കയറണ്ട, വിട്ടോളി. കണ്ടാൽ ഉമ്മാക്കും ഒന്ന് ദ്വാരപ്പിക്കണം. മഗ്‌രിബിന്റെ സമയത്ത് മദീനത്തെ പള്ളിയിൽ ഹുദൈഫ തങ്ങൾ എത്തി. തങ്ങൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഔറാദല്ലേ, ഇശാ വരെ കാത്തു. മഗ്‌രിബ് ഇശാക്ക് സംസ്കരിച്ചു. ഇശാ കഴിഞ്ഞിട്ട് തങ്ങൾ ചോദിച്ചു, ആരോ ഉണ്ടല്ലോ നേരത്തെ അവിടെ? ആരാ? ഹുദൈഫയാണ്. എന്താ വന്നേ? കുറേ ദിവസമായിട്ട് തങ്ങളെ കാണാത്തോണ്ട് വീട്ടിൽ കയറ്റുന്നല്ല ഉമ്മ. ഉമ്മ പൊന്നുമ്മലേ. ഉമ്മക്ക് എന്താ വേണ്ടേ? ഉമ്മാൻ്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കാൻ തങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞു. മക്കൾക്ക് മഹബത്ത് കൊടുക്കുന്ന കോലം കണ്ട മോമിനിങ്ങളെ. എൻ്റെ എല്ലാ മക്കൾക്കും 2 പീടിക റൂം വീതം എഴുതി കൊടുത്തിട്ടുണ്ട്. അതാണോ മക്കൾക്ക് കൊടുക്കേണ്ടത്? ഫാത്തിമ എന്ന മോക്ക് ഉപ്പ എന്താ കൊടുത്തത്? ഫാത്തിമ എന്ന റളിയല്ലാഹു അൻഹ മോള് ചോദിച്ചല്ലോ, ഉപ്പ എൻ്റെ കൈ നോക്കിയ കിച്ചണിൽ വർക്ക് ചെയ്തിട്ട് പൊട്ടിയിട്ട് ഖാദിമീങ്ങൾ കുറേ ആളില്ലേ മദീനയിൽ, അടിമകൾ സർവീസ് എടുത്ത് ഒരാളെ എൻ്റെ പുരക്ക്. അപ്പോൾ ഫാത്തി ചേർത്ത് പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? ഉറങ്ങാൻ നേരത്ത് 33 സുബ്ഹാനല്ലയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബർ എൻ്റെ ഫാത്തിമോള് ചെല്ലാ മതി. മോക്ക് ദുനിയാവെന്ന് പറഞ്ഞു. മോക്ക് എങ്ങനെ സ്വർഗം കൊടുത്തേന്ന് നോക്കിയേ. ഞാൻ ഈ ഹദീസ് പഠിച്ചപ്പോൾ ഈ ഹദീസ് പറഞ്ഞെന്ന ഉസ്താദിനോട് ഞാൻ തിരിച്ച് അന്നേരം ചോദിച്ച്, ഉസ്താദെ ഈ ഫാത്തിമ മോളെ എന്തിനാണ് ഇപ്പോൾ ദുനിയാവ് കൊടുക്കാണ്ട് മുത്തുനബി വളർത്തിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിന് ഉസ്താദിൻ്റെ മറുപടി, ഫാത്തിമ മോള് ദുനിയാവിൻ്റെ കുറേ ലഗേജും അധികം ഹാൻഡ് ബാഗും ആയിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ മഹ്ശറിലേക്ക് വന്നാൽ ബോർഡിംഗ് പാസ് എമിഗ്രേഷൻ കിട്ടാൻ കുറച്ച് ഡിലേ ആവും. ഒന്നുമില്ലാത്ത പാവങ്ങളായ സ്ത്രീകൾ മൊത്തം സ്വർഗത്തിലേക്ക് ഇങ്ങനെ വരും. അധ്യക്ഷത പദവി അലങ്കരിക്കേണ്ട ഫാത്തിമ മോള് ഡിലേയും, അതിന് മുമ്പായിട്ട് പാവങ്ങളായ സ്ത്രീകൾ അവിടെ എത്തുമ്പോൾ ലീഡർ ഡിലേ ആയിപ്പോവില്ലേ? അങ്ങനെ വേണ്ട. എൻ്റെ ഫാത്തിമോള് സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ലീഡറല്ല എൻ്റെ ഫാത്തിക്കുട്ടി. സോ എൻ്റെ ഫാത്തിക്ക് ഹാൻഡ് ബാഗും ഉണ്ട്, ലഗേജും ഉണ്ട്. കെയ്യും വീശിയിട്ട് ആ ഗ്രീൻ ചാനൽ ഗേറ്റ് വഴി ഗോൾഡൻ വിസയും കിട്ടിയിട്ട് ഒറ്റ പോക്ക് എൻ്റെ മോള് സ്വർഗത്തിലെത്തണം. എന്നിട്ട് ഫസ്റ്റ് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ എൻ്റെ ഫാത്തിക്ക് ഇങ്ങനെ പീടിക റൂമും കുറേ വണ്ടിയും സ്വർണം. അസ്സലാമു അലൈക്കും. ചില ആൾക്കാരുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ ആയിരിക്കും, എന്നാൽ അവരുടെ ബിസിനസ് പാർട്ണർ ബിദഅത്തുകാരനായിരിക്കും. അവരാണ് പതിയെ പതിയെ സംഘടനയിലേക്ക്, പ്രാസ്ഥാനിക ആശയങ്ങളിലേക്ക് ലിബറൽ ചിന്താഗതികളൊക്കെ കൊണ്ടുവരിക. ബിദഅത്തുകാരോട് കൂട്ടുകൂടിയാൽ ഖൈറാത്ത് ഇങ്ങനെ ചോർന്ന് പോകും. അത്തരക്കാരാണ് ഈ സമൂഹത്തിൻ്റെ അടുത്തുനിന്ന് കലക്ഷൻ നടത്തിയിട്ട് എടുത്ത ടവറിൻ്റെ സ്ഥാപനത്തിൻ്റെ AC ഹാളിൽ ഇരുന്നിട്ട് അത്തരക്കാർ ചർച്ച ചെയ്യും, നമ്മൾ കുറച്ച് പിരിവ് കുറക്കണം കേട്ടോ. എവിടുന്നാ ചർച്ച ചെയ്യുന്നത്? പിരിവിലൂടെ എടുത്ത സ്ഥാപനത്തിൻ്റെ AC റൂമെന്ന്. അങ്ങനെയുണ്ട് ചിലയാൾക്ക്. അത്തരക്കാർ പകുതി സുന്നത്തമയത്താണ്, ഹാഫ് മുട്ടാംപ്ലേറ്റാണ്. പകുതി കുത്തുബിയത്ത് പറ്റൂല, അങ്ങനത്തെ ഒന്നും പറ്റൂല. അവർ റാലി ഒന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു കാൺസെപ്റ്റ് എന്നൊക്കെ പറയില്ലേ, കാൺസെപ്റ്റ്. കണ്ടു നിങ്ങൾ? അങ്ങനെ ഒരു പകുതി സുന്നത്തമയത്താറ് കുറച്ചിങ്ങനെ കയറി വരുന്നുണ്ട്. കുട്ടികൾ നന്നാവാൻ പാരന്റ് ശ്രദ്ധിക്കേണ്ടത് സുയാനത്തുൻ അൻ ഖുറന ഇസ്സൂ. സാലിമാമിന് ഏറ്റവും പ്രാധാന്യത്തോടെ പറയാനുള്ള ഒരു കാര്യം അതാണ്. സുയാനത്തുൻ അൻ ഖുറന ഇസ്സൂ.
കുട്ടികളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം, സുന്നത്തമായത്തിൻ്റെ കൂട്ടുകാരായിരിക്കണം. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി എന്നല്ലേ. ഒരാൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി കൂട്ടുകാർ നന്നാവുക എന്നുള്ളതാണ്. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സംഘാടകരെ എന്നോട് വെറുതെ ചോദിച്ചെന്ന് വിചാരിക്കുക, എന്ത് ഹുസൈൻ എന്താ പ്രസംഗത്തിൻ്റെ ഇടയിൽ കുടിക്കാൻ വേണ്ടത്? ആ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ കേട്ടാൽ വിചാരിക്കും ലോകത്തെല്ലാം ഇവിടെ ഉണ്ട്, ആകെ ഉണ്ടാവുക പച്ചവെള്ളം ചൂടുവെള്ളം പിന്നെ കട്ടൻ ചായ വേണ്ടല്ല എന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചൂടുവെള്ളം കുറച്ച് വെച്ചാൽ മതി. ഓക്കെ. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ. അങ്ങനെ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ ആ വെള്ളം ചോദിച്ചപ്പോൾ ടു കോൾഡാണ്, ഭയങ്കര തണുപ്പുള്ള വെള്ളം. ഞാൻ ചോദിച്ചെന്തേ നിങ്ങളോടല്ലേ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടേക്കുമ്പോൾ ചൂടുവെള്ളം തന്നെയായിരുന്നു, പിന്നെ അത് ഈ ഫാനിൻ്റെ കൂളറിൻ്റെ അടുത്ത് തന്നെ വെച്ചോണ്ട് വെള്ളത്തിൻ്റെ ചൂട് പോയതാണ്. അതന്നെയാണ് സംഭവം. ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ചൂടും പോവും തണുപ്പനും ആവും. SLC വരെ നമ്മുടെ മർക്കസിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പം പിന്നെ ളുഹർ അസർ അവ്വൽ വക്തിൽ നിസ്കരിക്കും, കാരണം അടുത്ത സ്റ്റാഫ് ഉസ്താമാരൊക്കെയാണ്. പിന്നെ +1 +2ലേക്ക് പോകുമ്പോൾ പിന്നെ ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസിക്കോ വേറെന്തിനോ നമ്മൾ വേറെ ഒരു ക്യാമ്പസാണ് തേടിയേക്കണത്. അപ്പം പിന്നെ ആ ളുഹർ അവ്വൽ വക്ത് നിസ്കരിക്കേണ്ട ചൂടൊക്കെ പോയിട്ട് തണുപ്പനായിട്ട് വെയ്യ 4 ളുഹർ അസറും കൂടി ജമ്മാക്കിയിട്ട് നിസ്കരിച്ചോളൂ. വിശദ പഠനത്തിന് ഇർഷാദുൽ ഹയാറ എന്ന ഗ്രന്ഥം യൂസുഫ് നബ്ഹാനി വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്, വായിക്കാം. സുയാനത്തുൻ അൻ ഖുറാന ഇസു. കുട്ടികൾ നന്നാവണോ? കൂട്ടുകാർ സുന്നത്തമായത്തിൻ്റെ കൂട്ടുകാരാവണം. മിക്ക ചങ്ങായിമാരും എങ്ങനെ ബിദഅത്തിലേക്ക് പോകുന്നത്? ഗൾഫിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ഖത്തറിന്ന് തിരിച്ചു വരുമ്പോൾ ഷിർക്കാകുന്ന എന്തേ? ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇർതഖബതു അലൽ ഖത്താ ഷിർക്കിൻ്റെ വരികളായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണോ? അല്ല, റൂംമേറ്റുകാർ വഹാബിയായതാണ് കാരണം. അപ്പോൾ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് കുട്ടി നന്നാവും ചെയ്യും, സ്വാലിഹാവും, ഓപ്പോസിറ്റ് ത്വാലിഹും ആവും. സുയാനത്തുൻ അൻ ഖുറാന ഇസു. അൽ മർഉ അലാ ദീനി ഖലീലി. ഒരാൾ കൂട്ടുകാരൻ്റെ റൂട്ടിലേ പോകുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫല്ലല്ലാഹു അഹദുക്കും മൻ യുഖാലിൽ. ആരെയാണ് കൂട്ടുകാരനാക്കേണ്ടത് എന്ന് നന്നായി ശ്രദ്ധിക്കണം. നന്നായി ശ്രദ്ധിക്കണം. ചില ആൾക്കാരുണ്ട് സുന്നത്തമായത്തിൻ്റെ പ്രവർത്തകരൊക്കെ ആയിരിക്കും, എന്നാൽ അവരുടെ ബിസിനസ് പാർട്ണർ ബിദഅത്തുകാരനായിരിക്കും. അവരാണ് പതിയെ സംഘടനയിലേക്ക്, പ്രാസ്ഥാനിക ആശയങ്ങളിലേക്ക്, ലിബറൽ ചിന്താഗതികളൊക്കെ കൊണ്ടുവരിക. ബിദ്അത്തുകാരോട് കൂട്ടുകൂടിയാൽ ഖൈറാത്ത് ഇങ്ങനെ ചോർന്നു പോകും. അത്തരക്കാരാണ് ഈ സമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് കലക്ഷൻ നടത്തിയിട്ട് എടുത്ത ടവറിൻ്റെ സ്ഥാപനത്തിൻ്റെ AC ഹാളിൽ ഇരുന്നിട്ട് അത്തരക്കാർ ചർച്ച ചെയ്യും, നമ്മൾ കുറച്ച് പിരിവ് കുറക്കണം കേട്ടോ. എവിടുന്നാ ചർച്ച ചെയ്യുന്നത്? പിരിവിലൂടെ എടുത്ത സ്ഥാപനത്തിൻ്റെ AC റൂമെന്ന്. അങ്ങനെയുണ്ട് ചിലയാൾക്ക്. അത്തരക്കാർ പകുതി സുന്നത്തമായത്താണ്, ഹാഫ് മുട്ടാൻ പ്ലേറ്റാണ്. പകുതി കുത്തുബിയത്ത് പറ്റൂല, അങ്ങനത്തെ ഒന്നും പറ്റൂല. അവർ റാലി ഒന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു കാൺസെപ്റ്റ് എന്നൊക്കെ പറയില്ലേ, കാൺസെപ്റ്റ്. കണ്ടു നിങ്ങൾ? അങ്ങനെ ഒരു പകുതി സുന്നത്തമായത്താറ് കുറച്ചിങ്ങനെ കയറി വരുന്നുണ്ട്. കയറുന്നെങ്കിൽ ഫുൾ ഓപ്ഷൻ, രണ്ടും കൂടിയില്ല. നബിദിനും ഓണും രണ്ടും പാടില്ല, ഒറ്റൊന്ന്. അതിന് നമ്മളെ മക്കളുടെ കൂട്ടുകാർ സുന്നത്ത് ജമാഅത്തിൻ്റെ കൂട്ടുകാരാണ്. അൻഫുസക്കും അഹ്ലീക്കും നാറ എന്ന ആയത്തിന് പല വിശദീകരണങ്ങളുണ്ട്. അതിലൊരു വിശദീകരണം എന്താ അറിയോ? അല്ലിമു ഔലാദക്കും അസുന്നത്ത വൽ ജമാഅ. ഇമാം കുശൈരിയുടെ തഫ്സീറിൽ കാണാം. നിങ്ങൾ മക്കൾക്ക് സുന്നത്തമായത്ത് പഠിപ്പിച്ചു കൊടുക്കണം, അതിന് SSFൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം, ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കണം. പല സുന്നത്തമായത്തിൻ്റെ പ്രവർത്തകരുടെയും മക്കളെ സുന്നത്തമായത്തിൽ കിട്ടാറില്ല. ഞാൻ പിന്നെ നമ്മളേതായാലും പ്രവർത്തിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പാടെ സ്വർഗത്തിൽ പോയാൽ പിന്നെ ശരിയാവുന്ന അതിൻ്റെ അർത്ഥം. ചിലതിന് അങ്ങനെ ഒരു അർത്ഥം വരും. ഉദാഹരണത്തിന് അധികം ആളും ലാസ്റ്റ് മോളെ കല്യാണമാണ് പൊടിക്കൽ, കുറച്ച് ദൂർത്ത്. അതെന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഖബറിലേക്ക് പോകുന്നതിന് അടിച്ചു പൊളിക്കാൻ കഴിയില്ലല്ലോ എന്നതിൻ്റെ അർത്ഥം.
എൻ്റെ അർത്ഥം അങ്ങനെയാ വരിക. മക്കൾ നന്നാവാനുള്ള 9ാമത്തെ കാര്യം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയണത്. എന്താ ചെയ്യേണ്ടത്? സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനോളം ഫലം ഉള്ള ഒരു കാര്യം വേറെ ഉണ്ടാവില്ല. ചരിത്രത്തിന് അത്ര ഫലമുള്ള ഒരു കാര്യം ലോകത്തുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ദാഇ, പ്രബോധകൻ. തങ്ങൾക്ക് ദഅവത്തിനെ മോട്ടിവേറ്റ് ആകുന്ന രീതിയിൽ അള്ളാഹു ഉപയോഗിക്കുന്ന ടൂള് മുൻഗാമികളുടെ ചരിത്ര. കണ്ടോ, തങ്ങളുടെ ഹൃദയത്തിന് മോട്ടിവേറ്റ് ആകുന്ന രീതിയിൽ അള്ളാഹു കൊടുക്കുന്നത് ചരിത്രങ്ങളാണ്. മോനിക്ക് ജീലാനി തങ്ങൾ അറിയോ? കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന് കയ്യിലെ പൊന്നു കൊടുത്തോവർ. ആ വരി ഒന്ന് പാടി ആ കുട്ടീൻ്റെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ, റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ജീലാനി തങ്ങളുടെ ചരിത്രം. അതൊക്കെ ഇന്നലകളിലെ ഉമ്മാമ്മമാർ ചെയ്തുകൊണ്ടാണ് അവർക്ക് ലഭിച്ച തലമുറ സ്വാലിഹീങ്ങളായത്. അതാണ്. എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾ UAE ജോലി. അയാൾ ഈ അടുത്തൊരു അനുഭവം പറഞ്ഞു. അയാളുടെ ഭാര്യ വീട്ടിൽ നിന്ന് ടാബ് വീണ് പൊട്ടി. അത്ര ടാബില്ല, ടാബ് വീണ് പൊട്ടി, അതിൻ്റെ സ്ക്രീൻ അങ്ങ് പൊട്ടി. അപ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഉമ്മ വീട്ടിലുള്ള അവൻ്റെ ഭാര്യൻ്റെ അനുജത്തി ഈ രണ്ടാളെ നിർത്തിയിട്ട് ചോദിച്ചോലെ ആരാണ് പൊട്ടിച്ചത്? ഉമ്മ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതാവാൻ സാധ്യതയുണ്ട്. സത്യം പറയണം, ആരാ പൊട്ടിച്ചത്? പിന്നെ ഇവൻ്റെ ഒരു മോനുണ്ട്, അത്ര LKG പഠിക്കുന്നത്. ഓനെ ചൂണ്ടിയിട്ട് പറഞ്ഞോലും ഉമ്മാമരെ ഈ മോൻ എന്തായാലും പൊട്ടിക്കൂല, കാരണം ഓനിക്ക് എത്തുന്ന സ്ഥലത്തല്ല ഞാൻ ടാബ് വെച്ചത്, തട്ടിൻ്റെ മേലെയാണ് വെച്ചത്. നിങ്ങൾ രണ്ടിലൊരാളാണ്, സത്യം പറയും ആരാ പൊട്ടിച്ചത്? മോനല്ലല്ലോ മോനെ എന്ന് ഈ ചോട്ടനോട് 4 വയസ്സുള്ള മോനോട് ചോദിച്ചാൽ ഓൻ പറഞ്ഞോലും ഞാൻ തന്നെ. നീയാ അങ്ങനെ? അത് എൻ്റെ ബാറ്റ് ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ എടുത്തിട്ട് കയറിയിട്ട് മേലെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് ടാബ് വീണ് പൊട്ടി. അമ്പടാ. എന്നിട്ട് ഇത്താത്തനെയോ ഇക്കാക്കനെയോ ഉമ്മ പറയുന്നു, നീ എന്താ പൊട്ടിച്ചേ? അങ്ങനെ പൊട്ടിപ്പോയത് ഉമ്മ. അതെന്താ നീ അങ്ങനെ സത്യം പറയാനുള്ള കാരണം? ഉമ്മാമ്മയല്ലേ മിന്നാന്ന് പറഞ്ഞ ജീലാനി തങ്ങളൊന്നും ആരോട് കളവറിയല്ല, തീർന്ന്. അതിനങ്ങനത്തെ ഉമ്മാമനെ ഇപ്പം ആരും പ്രസവിക്കുന്നില്ല, അതാ പ്രശ്നം. വളരെ വംശനാശ ഭീഷണി നേരിടുന്ന ഉമ്മാമയാണ് ഇപ്പം അത്. ഉമ്മാമൻ്റെ കയ്യിലും സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് 18കാരിയായ കോട്ടയം ജില്ലക്കാരെ 17കാരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കഥ വായിക്കുന്ന ഉപ്പാപ്പിയും മാമിയും. മറ്റന്നാൾ സെഞ്ചുറി അടിച്ച് വഫാത്താവേണ്ട ഉപ്പാപ്പിയും മാമിയും ദലാൽ ഖൈറാത്ത് വിർദുൽ ലത്തീഫും ചെല്ലേണ്ട സ്ഥാനത്ത് ഐഫോണുകളെ കയ്യിൽ. കാര്യമായിട്ട് മൂത്ത മോന് അൽക്കോബാർ സൗദിയിൽ നിന്ന് സർപ്രൈസായിട്ട് കൊടുത്തയച്ചത് വിർദുൽ ലത്തീഫിൻ്റെ പുതിയ ഏടല്ല, പുതിയ ഫോണാണ്. പിന്നെ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുക? കഥ പറഞ്ഞു കൊടുത്താലുള്ള മെച്ചം എന്താണെന്നറിയോ? സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം, ഇമ്പം, താല്പര്യം കുട്ടികളിൽ വളരും. അങ്ങനെ കുട്ടികൾ നന്നാവുള്ളൂ, അങ്ങനെ കുട്ടികൾ സ്വാലിഹീങ്ങളാവും. ഓരോന്നും മണിക്കൂറുകൾ പറയേണ്ടതാണെന്നറിയാം, എന്നാലും നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകളിലേക്ക് ഒന്ന് കണ്ണെത്തിക്കാൻ വേണ്ടിയാണ് ധൃതി പിടിച്ചിട്ട് ഞാൻ സഞ്ചരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10ാമത്തെ കാര്യം, ഒരു പാരൻസ് എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട 10ാമത്തെ കാര്യം, കുട്ടികൾക്ക് ഹയാ പഠിപ്പിച്ചു കൊടുക്കണം. ലജ്ജ. അശദ്ദുന്നാസി ഹയാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ ഏറ്റവും നല്ല ലജ്ജ ഉള്ള ആൾ. ആയിഷ ഉമ്മ പറയുന്നുണ്ട്, മുത്തുനബിയുടെ ഔറത്ത് ഞാനോ എൻ്റെ ഔറത്ത് തങ്ങളോ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇതിനെ ഇബ്നെ ഹജർ തങ്ങൾ ഷമായിൽ തിർമിദിയുടെ വ്യാഖ്യാനം അഷ്റഫുൽ വസായിൽ പറയാ, ഹാദാ കമാലു ഹയാഇഹി. എന്തൊരു ലജ്ജയാണ് റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഔറത്ത് കാണാത്ത ദമ്പതിമാർ. ലജ്ജ. നമുക്കൊക്കെ ലജ്ജ ഉണ്ടാണ്. നമ്മളെ മതം എന്ന് പറഞ്ഞാൽ ലജ്ജൻ്റെ മേൽ ബിൽഡ് ചെയ്ത മതമാണ് ഇസ്ലാം. കേട്ടോ, ഒളുമുറിയുന്ന കാര്യം അല്ല പറയുമ്പോൾ ഔലാമസ്തുനിസ, ഭാര്യനെ തൊട്ട ഒളുമുറിയും. പിന്നെ അതിന് മുമ്പ് പറയാനുള്ളത് ജാമിങ്കുമുൽ ഖായിദ്, ടോയ്ലറ്റിൽ പോയ ഒളുമുറിയോ? നമ്മളെ മൊബൈൽ അവിടെ വെച്ച് മറന്നുപോയി,
മൂത്രയിക്കുമ്പോൾ അവിടെ വെച്ചിന്, അല്ലെങ്കിൽ ബ്രഷ് അവിടെ വെച്ചിന്, അത് എടുക്കാൻ വേണ്ടി പോയ ഒന്നു മുറിയോ? ഇല്ല. പിന്നെ ടോയ്ലറ്റിൽ പോയ ഒന്നു മുറിയെന്ന് അല്ല പറയുന്നത്. എന്തേ? അതെന്താ പറയുന്ന വെച്ചാൽ അത് ഈ ടോയ്ലറ്റിൽ സാധാരണ പോക്ക് മൂത്രയിക്കാനും കാഷ്ടിക്കാനും ഒക്കെയാണ്. അത് പിന്നെ അല്ല ഖുർആനിൽ ഡയറക്റ്റ് പറയൂലല്ലോ. ഖുർആനല്ലേ ഇത്, കഥ ബുക്കല്ലല്ലോ, ഫിക്ഷൻ അല്ലല്ലോ. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെയോ ജോൺ ഡണ്ണിൻ്റെയോ കീറ്റ്സിൻ്റെയോ കവിതയോ ഒന്നല്ലല്ലോ, ഇംറുൽ ഖൈസിൻ്റെ പാട്ടല്ലല്ലോ ഇത്. പിന്നെ ഖുർആനല്ലേ. അപ്പോൾ ഖുർആൻ പറയാണ് ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ വുളു മുറിയും. അതൊരു ലജ്ജയുള്ള പദപ്രയോഗം. ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബ് അങ്ങനെ തന്നെയല്ലേ. ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ എങ്ങനെ കിതാബിൽ പറയല്? ആദാബുൽ ഖലാ, ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദകൾ. ഖലായിൻ്റെ അർത്ഥം എന്താ? ഒഴിഞ്ഞ സ്ഥലം. ടോയ്ലറ്റിന് അറബി പദങ്ങളൊന്നും വേറെ പ്രയോഗിക്കാനില്ലേ? ഉണ്ട്. പിന്നെന്താ പ്രയോഗിക്കാത്ത? മൂത്രയിക്കുന്ന സ്ഥലം, കാഷ്ടിക്കുന്ന സ്ഥലം ഒന്നും ഫിഖ് പറയൂല. ഒഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോഴുള്ള മര്യാദകൾ. കണ്ടാ കണ്ടാ അത് നമ്മളെ മതത്തിൻ്റെ ഒരു വൃത്തിയാണത്. അബഅദുന്നാസ്, മൂത്രയിക്കാൻ പോകാനുണ്ടെങ്കിൽ ദൂരത്ത് പോകാന്നാണ്. എന്തിന്? ആരും നമ്മൾ മൂത്രയിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ വാസന കേൾക്കരുത്. അപ്പം നമ്മൾ ഹൗലിൽ നിന്ന് അല്ലെങ്കിൽ ടാപ്പ് കുറേ ഉള്ള സ്ഥലത്ത് നിന്ന് വെള്ളമെടുക്കുന്ന സമയത്ത് ഒരു 15 പൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ പൈപ്പിൽ നിന്നാണ് നമ്മൾ വെള്ളമെടുക്കണമെങ്കിൽ ഹാന്നൊന്നും മറ്റും വലിക്കരുത്, ഹാന്നിട്ട് മൂക്കിന്ന് ചീന്തരുത്. ഈ 14 ആൾക്കും അതൊരു അസ്വസ്ഥത ഉണ്ടാവും. ഏതെങ്കിലും മൂലക്കോ ഇത് ചെയ്യണം. അശദ്ദുന്നാസി ഹയാൻ. അല്ലാതെ വെറുതെ 1500-ാം ജന്മദിനം എന്നിട്ട് ബാനർ കെട്ടിയിട്ട് എന്ത് മഹബത്ത് ഉണ്ടാവില്ല, തഹല്ലുക്ക് ഉണ്ടാവണം. നബി തങ്ങൾക്ക് ഭയങ്കര ഹയ ആണ്. അപ്പോൾ നമുക്കും ഹയ ഉണ്ടാവണം. സെക്സ് ജീവിതത്തിൽ പറയുന്ന ആളുടെ ഫോർ ഫാദേഴ്സോ ജനറേഷനോ വ്യഭിചരിക്കുന്ന ആളുണ്ടാവുന്ന, അങ്ങനെ പറയരുത്. നമ്മളെ നാവിന് നല്ല ലജ്ജ ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്കും ഇത് കൊടുക്കണം ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുണ്ടുടുക്കാണ്ട് കുളിക്കരുത്. ഈ ഉപ്പന്നെ മുണ്ടുടുക്കാണ്ട കുളിക്കുന്ന കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പാൻറ്റും ബനിയനും തോർത്തും വാതിലിൻ്റെ മേലുണ്ട്. അപ്പോൾ ഈ കുട്ടി മനസ്സിലാവില്ല കുരങ്ങൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താക്കുന്നത്. ഉറപ്പല്ലേ? എങ്ങനെ ഹയ ഉണ്ടാവില്ല കുട്ടിക്ക്? UKG-യിലും LKG-യിലും ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുട്ടികൾ കുളിച്ചിട്ട് തോർത്തെടുക്കാണ്ട് ഉമ്മാ യൂണിഫോം എടുത്തോ എന്നിട്ട് ഓടുകയാണ്. എവിടുന്ന്? ബാത്റൂമിൽ നിന്ന് കിച്ചൺ വഴി, ഡൈനിങ് ഹാള് വഴി, സെൻട്രൽ ഹാള് വഴി, അങ്ങനെ പോയിട്ട് റൂമിലേക്ക് 4 യൂണിറ്റുകളിൽ നിന്ന് വാഹനജാഥ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വിശ്രമ കേന്ദ്രത്തിലേക്ക് എത്തണം. ഈ കുട്ടിക്ക് എങ്ങനെ ഒരു സ്വലാഹിയത്ത് ഉണ്ടാവും? ഓനെ വിളിക്കട്ട നാണുമാനും പടി എന്താണ് കഥ? എൻ്റെ അനിയത്തിയുണ്ട്, എൻ്റെ എന്താണ് കഥ? ചെറുപ്പത്തിൽ തന്നെ ഇതെല്ലാം കൊടുക്കേണ്ട ചങ്ങായിമാരെ. ഹയാ കൊടുക്കണം. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഇങ്ങനെ വിവിധ ആശയങ്ങൾ പറയുന്നുണ്ട് ഗസാലി ഇമാമിൻ്റെ ഇഹ്യയിൽ, അല്ലാമ അംബാബിയുടെ റിയാദുസ് സിബിയാനിൽ.